ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പോകുന്നത് ട്രിവാൻഡ്രത്തെ വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ സൺസെറ്റ് വ്യൂ പോയിൻ്റുള്ള കൂൻചി ഹില്ലിലേക്കാണ്. നമ്മളെ ട്രക്കിങ്ങിന് ആ കാണുന്ന മലയിലേക്കാണ്. അങ്ങ് ദൂരേട്ട് നോക്കൂ, 3 മലകൾ കാണുന്നില്ലേ? അതിൽ ഒരു മലയിലേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര. നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ സമയം 3:30 ആയിട്ടുണ്ട്. 30 മിനിറ്റ്സ് ആണ് വ്യൂ പോയിന്റിൽ എത്താനുള്ള നമുക്ക് ട്രക്കിങ്ങിനുള്ള ആവറേജ് ടൈം എന്ന് പറയുന്നത്. ബാക്കി നമ്മൾ ഓരോ വ്യക്തികൾ നടക്കുന്ന ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മാക്സിമം റെസ്റ്റ് ഒക്കെ എടുത്ത് പോകുന്നുണ്ടെങ്കിൽ ഒരു 1 hour കൊണ്ട് നമുക്ക് അവിടെ എത്താൻ കഴിയും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഭാഗം നമുക്ക് നെയ്യാർ ഡാമിൻ്റെ റിസർവയറും മറുഭാഗത്ത് നമുക്ക് തമിഴ്നാട് ചിറ്റാറിൻ്റെ റിസർവയറാണ് കാണാൻ കഴിയുന്നത്. സീ ലെവലിൽ നിന്നും 3000 അടി മുകളിലാണ് നമ്മുടെ കുനിച്ചി ഹില്ല് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ടോപ്പിലൊക്കെ പോകുമ്പോൾ നല്ല കാറ്റൊക്കെ ഫീൽ ചെയ്യും. നമ്മൾ ആദ്യം കാണിച്ച മലയിൽ 3 മലയിൽ നടുക്കത്തെ മലയിലാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യം കാണിച്ച കുരിശുമലയും അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് കൊണ്ടോട്ടി മലയാണ്. നമ്മളിപ്പോൾ കയറുന്നത് കുനിച്ചി ഹില്ലും. ഇതിൻ്റെ ഒരു ഭാഗത്തെ വ്യൂ പോയിൻ്റാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ പൊന്മുടി പോലുള്ള മറ്റേ ക്രൗഡുള്ള ഏരിയകളിൽ പോകുന്നേക്കാളും ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് ക്രൗഡ് ഇല്ലായിരിക്കും. അതുപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും പേഴ്സണാലിറ്റി ഒരു സ്പേസ് നിൽക്കാനൊക്കെ ഉണ്ട്. സിംഗിളായിട്ട് ഇരിക്കണമെങ്കിൽ സിംഗിളായിട്ടും ഇരിക്കാം, അത് കപ്പിളായിട്ടും മാറിയിരിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഗ്രൂപ്പായിട്ട് ഇരിക്കാം. അങ്ങനെ നമുക്കൊരു ഭാഗത്തൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാവർക്കും അവരുടെ പേഴ്സണൽ സ്പേസിൽ മാറി നിൽക്കാൻ കഴിയുന്ന ഒരു ഏരിയ തന്നെയാണ്. ഉച്ചയ്ക്ക് വന്നാലും ഈവനിങ് വന്നാലും നമുക്കിവിടെ ചൂടൊന്നും ഫീൽ ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ കാറ്റാണ് മെയിൻ. ഒരാളെ മറച്ചിടാനുള്ള കാറ്റ്, അത്ര ശക്തിയുള്ള കാറ്റുണ്ട്. അതുകൊണ്ട് നമുക്ക് കാറ്റുള്ളതുകൊണ്ട് ചൂടൊന്നും വലുതായിട്ട് അനുഭവപ്പെടില്ല. മാക്സിമം സൺസെറ്റ് കാണാൻ കണക്കാക്കി വരിക. നമ്മളൊരു 3 മണിക്കൊക്കെ കയറി 4 മണിക്ക് ഇവിടെ എത്തിയ ഒരു 1 and 2 hours നമുക്കിവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് സൺസെറ്റൊക്കെ കണ്ടിട്ട് മാക്സിമം താഴെ ഇറങ്ങാം. അതാണ് ബെസ്റ്റ് ഇവിടുത്തെ ടൈം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2-3 വ്യൂ പോയിന്റ് ഇവിടെ ഉണ്ട്. റിസർവയറിൻ്റെ വ്യൂ പോയിന്റ് ഉണ്ട്. അതേ രീതിയിൽ നമുക്ക് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് മൗണ്ടൈൻ്റെ ഒക്കെ ആ ഒരു വ്യൂ കിട്ടുന്നൊരു ഏരിയ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ സൺസെറ്റാണ് മെയിനായിട്ട് കാണാൻ വന്നതുകൊണ്ട് ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. പിന്നെ ബാക്കിയുള്ളതുപോലെ മഞ്ഞും കിട്ടും. ഞങ്ങൾ ഇറങ്ങാൻ നേരത്താണ് മഞ്ഞ് കിട്ടിയത്. സൺസെറ്റൊക്കെ കഴിഞ്ഞിട്ട് 7 മണിയായപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കുനിച്ചി ഹില്ലിലെ നല്ല കുറച്ച് ബെസ്റ്റ് ഫോട്ടോസ് ഞാൻ ഗൂഗിൾ പിക്സലിൽ എടുത്തിട്ടുണ്ട്. ഫോട്ടോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഈ സ്ഥലമാണോ അതോ ഫോട്ടോസ് ആണെന്ന് കമൻറ്റ് ചെയ്യുക.